മകളെ ശല്യം ചെയ്തയാളുടെ മൂക്കിന്റെ പാലം തകർത്ത സംഭവത്തിൽ അമ്മയ്ക്കെതിരെ കേസെടുക്കും. അടിയേറ്റ ആളുടെ മൂക്കിന്റെ പാലത്തിന് പൊട്ടലുണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടിസ്ഥാനമാക്കിയാകും പോലീസ് നടപടി. വിവരങ്ങളുമായി അഭിലാൽ ചേരുന്നു. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഈ മകളെ ശല്യം ചെയ്ത ആളിനെയാണ് അമ്മ തല്ലിയത്, അങ്ങനെയാണ് മൂക്കിന്റെ പാലം പൊളിഞ്ഞത് എന്ന് പറയുന്നു. അപ്പൊ ഇതിൽ എവിടെയാണ് നീതി, എവിടെയാണ് ന്യായം എന്ന കാര്യത്തിലൊക്കെ സാധാരണ മനുഷ്യർക്ക് ഒരു സംശയമുണ്ടാവും. സ്വന്തം മകളെ ശല്യപ്പെടുത്തിയതിനാണല്ലോ അങ്ങനെ ഒരു അമ്മ പ്രതികരിച്ചത്, അത് മാതൃകാപരമായ പെരുമാറ്റമല്ലേ എന്നൊക്കെ തോന്നുമെങ്കിലും ഇതിപ്പോ പോലീസ് കേസായിരിക്കുന്നു. അതെ, 17-കാരിയെ സ്കൂൾ ബസ്സിലും അതോടൊപ്പം തന്നെ പിന്തുടർന്നും മോശമായി പെരുമാറിയ സംഭവത്തിലാണ് അടൂർ മുണ്ടപ്പള്ളി സ്വദേശിയായിട്ടുള്ള രാധാകൃഷ്ണൻ പിള്ള എന്ന 59-കാരനെതിരെ പോലീസ് നിലവിൽ പോക്സോ വകുപ്പ് കൂടി ഉൾപ്പെടുത്തി കേസ് എടുത്തിട്ടുള്ളത്. അതേസമയം തന്നെ ഈ വിഷയം ചോദ്യം ചെയ്യാനെത്തിയ അമ്മ മകളുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ വിഷയം ചോദ്യം ചെയ്യുകയും തന്നോട് തർക്കിച്ച രാധാകൃഷ്ണ പിള്ളയുടെ മുഖത്തടിക്കുകയും ആ അടിയിൽ അയാളുടെ മൂക്കിൽ നിന്ന് ചോര വരികയും മെഡിക്കൽ പരിശോധനയിൽ അയാളുടെ മൂക്കിൻ്റെ പാലത്തിന് പൊട്ടലുണ്ട് എന്ന സ്ഥിരീകരണം വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത്. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത ഏനാത്ത് പോലീസ് തന്നെയായിരിക്കും ഈ വിഷയത്തിലും കേസ് രജിസ്റ്റർ ചെയ്യുക. കൈകൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ള വകുപ്പ് ഉൾപ്പെടുത്തിയായിരിക്കും കേസെന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത്. പ്രതി ആണ് എന്ന് ഉറപ്പുള്ള പശ്ചാത്തലത്തിൽ പോലും അയാളെ കയ്യേറ്റം ചെയ്യുവാനോ ആക്രമിക്കാനോ മറ്റാർക്കും അവകാശമില്ല എന്നുള്ളത് തന്നെയാണ് നിയമപരമായി ഈ വിഷയത്തെ നോക്കിക്കാണുന്ന ആളുകളൊക്കെ തന്നെ വിശദീകരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ വിഷയത്തിന് രണ്ട് വശങ്ങളുണ്ട്. ആ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടും കുറ്റകൃത്യമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെയും കേസുമായി മുന്നോട്ട് പോകാൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അമ്മയ്ക്കെതിരെ ചുമത്തുന്ന വകുപ്പ് എന്നുള്ളത് സ്റ്റേഷൻ ജാമ്യത്തിൽ പോകാവുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതാണ് എങ്കിൽ പോക്സോ വകുപ്പ് പ്രകാരം രാധാകൃഷ്ണപിള്ള ഏതാനും ദിവസം അകത്ത് കിടക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അടൂരിലെ ഒരു സ്കൂളിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന 17-കാരിയാണ് ബസ്സിൽ യാത്ര ചെയ്ത് വീട്ടിലേക്കുള്ള വഴിയിലേക്ക് പോകുന്ന വേളയിൽ ബസ്സിൽ വെച്ചും തുടർന്നും ഈ 59-കാരൻ്റെ മോശം സ്പർശനത്തിന് ഇരയാകേണ്ടി വന്നത്. തുടർന്ന് പെൺകുട്ടി ബസ് ഇറങ്ങി അമ്മയെ മൊബൈൽ ഫോണിൽ വിളിച്ച് സ്ഥലത്തേക്ക് വരുത്തുകയായിരുന്നു. അമ്മ സ്ഥലത്തെത്തുമ്പോൾ ഈ 59-കാരൻ സമീപത്തെ ഒരു കടയിൽ നിൽക്കുകയായിരുന്നു. പെൺകുട്ടി പ്രതിയെ ചൂണ്ടിക്കാണിച്ച പശ്ചാത്തലത്തിൽ മകളുടെ സാന്നിധ്യത്തിൽ മകൾക്കുണ്ടായ ദുരനുഭവം അമ്മ ചോദ്യം ചെയ്യുകയായിരുന്നു. തുടർന്ന് ഇയാൾ മദ്യലഹരിയിൽ ആയിരുന്ന പശ്ചാത്തലത്തിൽ കൂടി അമ്മയോടും മകളോടും മോശമായി സംസാരിച്ച പശ്ചാത്തലത്തിലാണ് അമ്മ അയാളുടെ കരണത്തടിക്കുകയും ഒപ്പം തന്നെ മൂക്കിൻ്റെ പാലത്തിന് കേടുപറ്റുന്ന രീതിയിൽ അയാളെ ആക്രമിക്കുകയും ചെയ്തത്. ഇതിന് ശേഷമാണ് സംഭവ സ്ഥലത്തേക്ക് പോലീസ് എത്തുകയും പിന്നീട് പോലീസ് ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കിയ വേളയിൽ മുഖത്ത് ഉണ്ടായ പാട് അല്ലെങ്കിൽ രക്തം മുഖത്തേക്ക് വാർന്നു വന്നതിൻ്റെ സാഹചര്യം അയാൾ ഡോക്ടറോട് വിശദീകരിച്ചു. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഈ വിഷയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇയാളുടെ മൂക്കിൻ്റെ പാലത്തിന് പൊട്ടലുണ്ട് എന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി പരിഗണനയ്ക്കെടുത്തുകൊണ്ടാണ് പോലീസ് ഈ വിഷയത്തിൽ അമ്മയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടോ? മർദ്ദിച്ചു എന്നതിൽ രേഖാമൂലം പരാതി ഈ പ്രതി നൽകിയിട്ടുണ്ടോ, അതോ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ സൂചിപ്പിച്ചിട്ടുള്ളതിന്റെ പശ്ചാത്തലത്തിലാണോ ഇത്തരത്തിൽ കേസെടുത്തിട്ടുള്ളത്? ഇന്നലെ വൈകുന്നേരം 5 മണിക്കായിരുന്നു ഈ സംഭവം. തുടർന്ന് പോലീസ് രാധാകൃഷ്ണപിള്ളയെ കസ്റ്റഡിയിലെടുക്കുകയും അയാളെ മെഡിക്കൽ പരിശോധനയ്ക്കും പ്രാഥമിക ശുശ്രൂഷകൾക്കുമായി അടൂർ താലൂക്ക് ആശുപത്രി പ്രവേശിച്ച വേളയിലാണ് തൻ്റെ മുഖത്ത് പരിക്കേറ്റതിൻ്റെ കാരണം ഡോക്ടർ അന്വേഷിച്ചപ്പോഴാണ് വിശദമായ വിവരങ്ങൾ പറഞ്ഞത്. പെൺകുട്ടിയുടെ അമ്മ തന്നെ പരസ്യമായി തല്ലുകയും അതിലൂടെയാണ് തൻ്റെ മുഖത്ത് പരിക്കേൽക്കുകയും രക്തം വാർന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് എന്നുള്ളത് ഡോക്ടറോട് പറഞ്ഞു. ഈ വിവരങ്ങളൊക്കെ തന്നെ ഡോക്ടർ ഈ കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയുടെ ഫലം എന്നുള്ളത് ഇയാളുടെ മൂക്കിന് പൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ചുരുക്കത്തിൽ 59-കാരന് സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള മർദ്ദനത്തെ തുടർന്ന് മൂക്കിൻ്റെ പാലത്തിന് പൊട്ടലുണ്ടായി എന്നുള്ളതാണ് അയാളുടെ മൊഴി കൂടി അടിസ്ഥാനപ്പെടുത്തി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മുഖവിലക്കെടുത്ത് തന്നെയാണ് പോലീസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ശരി അഭിലാലെ.